നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. മഴ മൂലം തകർന്ന് വെള്ളക്കെട്ടുകളും കുഴികളുമായി മാറിയിരിക്കുന്ന അരൂർ പഞ്ചായത്ത് 18-ാം വാർഡിലെ വില്ലേജ് ഓഫീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 18-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. ഇന്ന് രാവിലെ 10 മണിക്ക് റോഡിലൂടെ പ്രകടനമായി എത്തിയ പ്രതിഷേധ സമരം കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കനത്ത മഴ മൂലം തകർന്ന് വെള്ളക്കെട്ടുകളും കുഴികളുമായി മാറിയിരിക്കുന്ന അരൂർ പഞ്ചായത്ത് 18-ാം വാർഡിലെ വില്ലേജ് ഓഫീസ് റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 18-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. ഇന്ന് രാവിലെ 10 മണിക്ക് റോഡിലൂടെ പ്രകടനമായി എത്തിയ പ്രതിഷേധ സമരം കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മണ്ഡലം സെക്രട്ടറി അജയൻ ചാണിയിൽ സ്വാഗതം ആശംസിച്ചു. ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് മെമ്പറിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽ വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ രേഖാമൂലവും പരാതികളായിട്ടും എഴുതി കൊടുത്തിട്ടും നാളിതുവരെയും ഒരു നടപടിയും സ്വീകരിക്കുവാൻ പഞ്ചായത്തോ അതുപോലെ ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പറോ തയ്യാറായിട്ടില്ല. ഈ വില്ലേജ് ഓഫീസ് റോഡിൽ കൂടെ 18-ാം വാർഡിലെ ജനങ്ങൾ മാത്രമല്ല 17, 18, 19 എന്നീ വാർഡിലെ ജനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. ആശുപത്രിയിലേക്കും അരൂരിന്റെ ഹൃദയഭാഗമായ അരൂർ അമ്പലം സ്റ്റാൻഡിലേക്കുമൊക്കെ ആളുകൾ സഞ്ചരിച്ചെത്തേണ്ട സ്ഥലം ഈ വില്ലേജ് ഓഫീസ് റോഡാണ്. 2 വർഷക്കാലമായിട്ട് വെള്ളക്കെട്ട് മൂലം തകർന്നു കിടക്കുകയാണ്. ഉയരപ്പാതയുടെ നിർമ്മാണം മൂലം ഹൈവേയിലൂടെയും ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ പറ്റാത്ത ദുരിതപൂർണമായ ഒരു ജീവിതവുമായി ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വർഷകാലത്ത് ഈ റോഡ് ഇതുപോലെ വെള്ളക്കെട്ട് കൊണ്ട് ജനം ദുരിതമനുഭവിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ഇതൊരു ജനകീയ സമരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ ഈ 18-ാം വാർഡിൽ മാത്രമായിട്ട് നിർമ്മിക്കുന്നതല്ല. നമ്മുടെ അരൂർ പഞ്ചായത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ ഈ കാര്യങ്ങൾ കൊണ്ട് സമരം ചെയ്യേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ റോഡ് നമ്മൾ സാധാരണ പറയുന്നത് വില്ലേജ് ഓഫീസ് റോഡ് എന്നാണെങ്കിൽ പോലും റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നുകൂടി നാമകരണം ചെയ്തിട്ടുണ്ട്. ഈ റോഡിലൂടെയാണ് വില്ലേജ് ഓഫീസിലോട്ട് പോകുന്നത്. ഈ റോഡിലൂടെയാണ് ജനങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഈ റോഡിലൂടെ വേണം ഈ 18-ാം വാർഡിലെയും 17-ാം വാർഡിലെയും പടിഞ്ഞാറൻ മേഖലയിലുള്ള ആബാലവൃദ്ധം ജനങ്ങൾ ഈ റോഡിലൂടെയാണ് പോകുന്നത്. ഒരാൾക്ക് പോലും ഈ വെള്ളം നീന്താതെ കടന്നു പോകാൻ പറ്റില്ല. കോൺഗ്രസ് പ്രവർത്തകരായ കെ എസ് ശ്യാം, ടി കുട്ടപ്പൻ, NR ജോൺസൺ, KJ ജോബിൻ, KI ജോളി, ജെൻസൺ, അനിൽകുമാർ, സനൽകുമാർ കണ്ടനാട്ടുതറ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ സിന്ധു പീറ്റർ, അഡ്വക്കേറ്റ് സ്മിത സന്തോഷ്, ഷീബ പോൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം കൊടുത്തു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.